വീട്ടിലിരുന്ന പിള്ളേർക്ക് ഏറ്റവും ഉപകാരമായിട്ട് ചെയ്തത് ഈ പഞ്ചായത്താണ്. ഭക്ഷണം കൊണ്ടായാലും നടത്തിപ്പുണ്ടായാലും എന്തുകൊണ്ടായാലും ഏറ്റവും നല്ല രീതിയിൽ പോകുന്ന പഞ്ചായത്ത് എന്ന പേരിൽ എനിക്ക് നന്ദിയുണ്ട്, കൃതജ്ഞതയുണ്ട്. വർക്കിംഗ് ഹാൻഡ്സ് ആർ ഹോളിയർ ദാൻ പ്രേയിങ് ലിപ്സ് എന്നൊരു ചൊല്ലുണ്ട്. അധ്വാനിക്കുന്ന കൈകളാണ് നാമം ജപിക്കുന്ന ചുണ്ടുകളേക്കാൾ മഹത്തരമെന്ന് പറയുന്നത് പോലെ ഇവിടെ ഈ നന്മയുടെ പ്രതീകമായി ബഡ് സ്കൂൾ നിലകൊള്ളുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളും പരിപൂർണ സംതൃപ്തരാണ്. പഞ്ചായത്തിന്റെ വികസനത്തിന്റെ മുഖം ഈ സ്കൂളിന്റെ മതിൽക്കെട്ടുകൾക്കപ്പുറത്തേക്കും വ്യാപിക്കുന്നു. പഞ്ചായത്ത് സഹായഹസ്തവുമായി ഏതാണ്ട് ഇങ്ങനെയുള്ളവരുടെ അടുത്തേക്ക് വീട്ടുപടിക്കലെത്തുന്നു. വീൽ ചെയറും ആഹാരവും ഭക്ഷണവും ഒക്കെയായി കൂടെ സമ്മാനിക്കുന്നത് നാളെയുടെ കുറെ പ്രതീക്ഷകളും. ജൂറിയിലേക്ക് വിനീത മാം. വളരെ നല്ല സംരംഭം. എനിക്ക് ചോദ്യങ്ങളില്ല. ഈ പ്രോജക്റ്റ് പഞ്ചായത്തിൻ്റെ അഭിമാന പ്രോജക്റ്റായിട്ട് മുൻപോട്ട് വച്ചതിൽ ഞാൻ പഞ്ചായത്തിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. 54 ആൾക്കാർക്ക് നിങ്ങളുടെ പഞ്ചായത്തിൽ ഈ പ്രോബ്ലം ഉണ്ടെന്ന് അതിന് വീഡിയോയിൽ നിന്ന് മനസ്സിലായി. 23 കുട്ടികളാണ് ഈ സ്കൂളിൽ വരുന്നത്. ബാക്കിയുള്ള 31 പേര് എവിടെയാണ്? ഇത്തരം കുട്ടികൾ സ്കൂളിലേക്ക് വരാൻ വളരെ മടിയുള്ളവരാണ്. അപ്പം ഞങ്ങൾ നിരന്തരം ഇവരുടെ വീടുകളിലേക്ക് പോയി ഇവരെ പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി വണ്ടി ഈ ടീച്ചർമാരും ഞങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അടക്കമുള്ളവർ അവരുടെ വീടുകളിൽ ചെന്ന് നിരന്തരം അവരോട് കാരണവന്മാരോടും ഒക്കെ പറയുകയാണ്. കാരണവന്മാർ വിടാൻ തയ്യാറാണെങ്കിലും ഇവന്മാർ നമ്മൾ ചെല്ലുമ്പോൾക്കും ഓടി ഒളിക്കലും ഒക്കെ ഉള്ളൊരു സ്ഥിതിയാണ്. പക്ഷേ എങ്കിലും ഞങ്ങൾ ശരീരത്ത് പിടിച്ച് തടകി വരാനും ഒക്കെ ഉള്ള ഒരു പ്രേരണ അങ്ങനെ ഇത് തുടങ്ങിയപ്പോൾ ഏതാണ്ട് 7 പേരായിട്ട് ഉണ്ടായിരുന്നുള്ളൂ തുടക്കത്തിൽ. പിന്നെ ഞങ്ങളെങ്ങനെ നിരന്തരമായൊരു കെയർ കൊടുത്തിട്ടാണ് ഇവരെ എങ്ങനെ വിളിച്ചു കൊണ്ടുവരാൻ സാധിച്ചത്. പക്ഷെ തീർച്ചയായിട്ടും ഈ 52 പേരെയും ഈ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അവരുടെ ഒരു മാതാപിതാക്കൾ എന്ന നിലയ്ക്കാണ് ഞങ്ങളിപ്പോൾ ഒരു റോളിലാണ് ഞങ്ങൾ. കാരണം ഞങ്ങൾ ഈ സർവേ ആയിട്ട് നടന്നു കഴിഞ്ഞപ്പോൾ ഈ അമ്മമാർ ഞങ്ങളോട് പറഞ്ഞ് ഇവർ വീട്ടിൽ നിർത്തിയിട്ട് ഇവർക്കൊരു പണിക്ക് പോകാൻ പറ്റില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികൾ അവരുടെ പീരീഡ്സിൻ്റെ സമയമൊക്കെ ആയിക്കഴിഞ്ഞുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്, മാനസിക സംഘർഷമാണ്. അപ്പം ഇവരെ ഉപേക്ഷിച്ചിട്ട് പോകാനുള്ളൊരു ഭയങ്കര മടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഞങ്ങളെ നിങ്ങൾ സഹായിക്കണം എന്ന് അവർ പറയേണ്ടായി. ഞങ്ങൾ പക്ഷേ ഈ സർവേ നടത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്കിതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാവുകയും നിരന്തരം ഞങ്ങൾ അവരുടെ വീടുകളിൽ പോയി ഈ ഭക്ഷണവും വസ്ത്രവും ഇപ്പം ഞങ്ങൾ ഈ വർഷം യൂണിഫോം ഒരു യൂണിറ്റി ആയിട്ട് മാറുമ്പോഴും പിന്നെ ഇപ്പോൾ 6 ലക്ഷം രൂപ മുടക്കി പുതിയ ബസ് വാങ്ങിക്കണം. ഞങ്ങൾ DD ഒക്കെ അടച്ചു കഴിഞ്ഞു. 10 ലക്ഷം രൂപ ഈ പ്രൊജക്റ്റിന് വേണ്ടി ഈ വർഷം തന്നെ ഞങ്ങൾ കണ്ടെത്തി. എല്ലാ വർഷവും തുടർച്ചയായിട്ട് ഇത് ഈ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ടീച്ചേഴ്സിന് സ്പെഷ്യൽ ട്രെയിനിങ് ഉണ്ടോ? ഇപ്പം ഇതിൽ സംസാരിച്ച ബർഫി ടീച്ചർ ഇതിൻ്റെ സ്പെഷ്യൽ കോച്ചിങ് ലഭിച്ച ടീച്ചറാണ്. വളരെ നല്ലൊരു പ്രോഗ്രാമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇത് അനുഭവിക്കുന്നവർക്കേ ഇതിൻ്റെ വിഷമം അറിയത്തേ ഉള്ളൂ എന്നുള്ളതാണ്. ഞാനിപ്പോൾ ശരിക്കും ഗ്രീൻ കേരള എക്സ്പ്രസ് പ്രോഗ്രാം കണ്ടേ പിന്നെ ധാരാളം പഞ്ചായത്തുകാർ ഇത് കാണിച്ചു. ശരിക്കും അന്നേരം മനസ്സിലായി കേരളത്തിൽ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടെന്നുള്ളത്. എനിക്ക് ഒരു സജഷൻ ക്ലാരിഫിക്കേഷൻ ആയിരിക്കും, അറിയില്ല. അതായത് അവിടെ ഹെൽപ്പേഴ്സായിട്ടും ടീച്ചേഴ്സായിട്ടും സ്ത്രീകൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു അല്ലേ? എനിക്കൊരു സജഷൻ പുരുഷന്മാരോട്, കാരണം ഞാൻ നോക്കിയൊരു പ്രായമുള്ള പുരുഷന്മാരവിടെ. അന്നേരം ഒരു ഹെൽപ്പറായിട്ട് ഒരു പുരുഷനോ അല്ലെങ്കിൽ ടീച്ചറായിട്ട് ഒരു പുരുഷനോട് ഉണ്ടെങ്കിൽ എനിക്ക് ഒന്നുകൂടെ നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. ഇപ്പം ഞങ്ങൾ ഈ ഡ്രൈവർ ഉണ്ടല്ലോ, ഡ്രൈവർ ഒരു ഫുൾ ജീവനക്കാരൻ എന്ന നിലയ്ക്ക് അവിടെ ഉണ്ട്. അദ്ദേഹം ഫുള്ളായിട്ട് ഇവരെ കൈ കഴിക്കാനും ബാത്റൂമിൽ കൊണ്ടുപോകാനും ഭക്ഷണമൊക്കെ താഴ്ത്തു വീണാലും തുടച്ചു വരാനും എല്ലാം ഇത് ഞങ്ങളുടെ മനസ്സിലുള്ളൊരു ഐഡിയയാണ്. ഈ ഒരു പുരുഷനും കൂടി അവിടെ ഉണ്ടാവണം. അപ്പോൾ ഈ ഡ്രൈവറുടെ സേവനം ഫുള്ളായിട്ട് ഉപയോഗിക്കുന്നത് കാരണം പിന്നെ ഞങ്ങളതിന് സെപ്പറേറ്റ് ഒരാളെ വച്ചില്ല എന്നുള്ളതാണ്. എനിക്കൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇതുപോലൊരു കാസർഗോഡ് ജില്ലയിൽ എൻഡോസൾഫാൻ എന്ന് പറഞ്ഞ കീടനാശിനി അടിച്ച പ്രദേശത്ത് പഠനവുമായിട്ട് പോയ സമയത്ത് ഒരുപാട് വീടുകളിൽ
ഇതുപോലൊരു പ്രശ്നം കാണുകയും അവിടെ എനിക്ക് കഷ്ടം കുട്ടികളോടൊരു നമുക്കൊരു വിഷമം തോന്നും, അതിനേക്കാൾ അധികം അച്ഛനമ്മമാരോട്. എന്നുവെച്ചാൽ 20 വർഷമൊക്കെ ആയിട്ട് വീടിന് പുറത്തിറങ്ങാത്ത അമ്മമാരെ ഞാൻ അവിടെ കാണുകയുണ്ടായി. അത് വളരെ ഒരു എന്താ പറയുക, നമുക്ക് വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ അവിടെ ഒരു ഇത്തരത്തിലൊരു സംരംഭം തുടങ്ങാനുള്ള ഒരു ആലോചന അവിടുത്തെ പഞ്ചായത്തുകൾ ആലോചിക്കുന്നുണ്ട്. കാരണം ഒരുപാട് പഞ്ചായത്തുകളിൽ അവിടെ ഈ പ്രോബ്ലം ഉണ്ട്. പക്ഷെ ഇതൊരു വലിയൊരു കാരണം എനിക്കൊന്ന് ഇത് കാണുകയാണെങ്കിൽ അവർക്കിതൊരു വലിയൊരു എന്താ പറയുക, ഒരു ഗൈഡായി അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. 1-2 കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, അവിടെ പ്രവർത്തിക്കുന്ന ടീച്ചറെ ആണ് ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത്. എങ്ങനെയാണ് അവരുടെ സേവന വ്യവസ്ഥകൾ? അവരെ പഞ്ചായത്തിൻ്റെ എംപ്ലോയി ആണോ അതോ ഈ അവർക്ക് ഓണറേറിയം നമ്മൾക്ക് അനുവദിച്ചിട്ടുണ്ടായിരുന്നു ഇത്ര നാളും. അപ്പോൾ പഞ്ചായത്ത് ഞാൻ ഇതുപോലെ പല ബേർഡ് സ്കൂളുകളുമായിട്ട് അറിയാവുന്ന ചോദിക്കുകയാണ്, എത്രയാണ് ഓണറേറിയം? അത് പതിവായിട്ട് അവർക്ക് കിട്ടാറുണ്ടോ? ICDS വഴിയാണ് നമ്മളത്. എത്രയാണ് ഓണറേറിയം? 1,500. 1,500 അല്ലേ? നമ്മൾ ഇത്രയധികം പ്രവർത്തനം ചെയ്ത് ഇത്രയധികം ഭാരം ചുമക്കുന്നവർക്ക് നമ്മുടെ മറ്റധ്യാപകർക്ക് കിട്ടുന്ന വേതനം കൊടുക്കാൻ നമ്മൾ അവിടെയാണ് പഞ്ചായത്തിൻ്റെ ശുഷ്കാന്തി വരേണ്ടത്. പിന്നെ പല ബേർഡ് സ്കൂളുകളിലും അതുപോലും കൃത്യമായിട്ട് കിട്ടാറില്ല. ഇതിൻ്റെ നടത്തിപ്പാണ് പ്രശ്നം. ഇത് ചെയ്യാനായിട്ട് ഒരു ടീച്ചറെ കിട്ടുന്നത് വലിയ കാര്യം. പക്ഷേ ഇതിൻ്റെ നടത്തിപ്പ് എങ്ങനെയാണെന്നുള്ളതിലാണ് പഞ്ചായത്തിൻ്റെ പ്രതിബദ്ധത പ്രകടിപ്പിക്കേണ്ടത്. ഇവരുടെ ഗ്രാൻഡ് സമയത്തിന് കിട്ടുക, ബസ് വാങ്ങിക്കാൻ കാശ് കിട്ടും, പക്ഷേ ഡ്രൈവറുടെ ശമ്പളം പലപ്പോഴും താമസിക്കും. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. മറ്റൊന്ന്, നമ്മൾ വീണ്ടും പലപ്പോഴും ഉപയോഗിച്ച ഒരു വാക്കാണ് മാനസിക വൈകല്യമുള്ള കുട്ടികളെന്ന്. നമ്മൾ അങ്ങനെ ആ പ്രയോഗം ഇപ്പോൾ പതിവില്ല. ഇവരെ പലപ്പോഴും മെൻ്റലി ചലഞ്ച്ഡ് എന്നാണ് നിങ്ങൾ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ അത് നമ്മുടെ മനസ്സിലേക്ക് വരണം. ഇവരെ വെല്ലുവിളികൾ നേരിടുന്നവരാണ്. മറ്റൊന്ന്, പലപ്പോഴും ഡിഫറൻഷ്യലി ഏബിൾഡ് അല്ലെങ്കിൽ അവരെ വ്യത്യസ്ത ശേഷിയുള്ളതാണ്. ഇത് ഇപ്പോൾ പറഞ്ഞതുപോലെ സ്നേഹിക്കാനുള്ള കഴിവ് നമുക്കുള്ളതിനേക്കാൾ വളരെ കൂടുതൽ, സ്വപ്നം കാണാനുള്ള കഴിവ്, അത് ഒരുപക്ഷെ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള കഴിവ്, ആ വ്യത്യസ്ത കഴിവുകളുള്ള കുട്ടികൾ എന്നുള്ള ഡിഫറൻ്റ്ലി എനേബിൾഡ് ചിൽഡ്രൻ എന്ന് ഉള്ള വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അതും നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. സർ, ടീച്ചർക്ക് 3000 രൂപ ശമ്പളമുണ്ട്. അതാണ് സർക്കാർ അനുവദിച്ചേക്കുന്നത്. 3000. ഹെൽപ്പർക്കാണ് 1500. പക്ഷേ ഈ മാനേജിങ് കമ്മിറ്റി ഇപ്പം രജിസ്റ്റർ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം മാനേജിങ് കമ്മിറ്റിയുടെ കീഴിലേക്ക് ഇനി ആളുകളുടെ എല്ലാം കോൺട്രിബ്യൂഷൻ സംഭാവനകളൊക്കെ വന്നു കഴിയുമ്പോൾ ഇവർക്ക് എത്ര രൂപ വേണമെങ്കിലും അതിൽ നിന്ന് എടുത്തു കൊടുക്കാം. പക്ഷെ സർക്കാർ അംഗീകരിച്ചത് ഈ എമൗണ്ടാണ് ഇപ്പം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം സ്ഥാപനം നടത്തുന്നവരുടെ ഒന്നാമത്തെ വെല്ലുവിളി അതിനുള്ള വിഭവ സമാഹരണം നടത്തുന്നുണ്ട്. നമ്മൾ സമൂഹത്തിനെ ബോധ്യപ്പെടുത്തി എല്ലാവരും കണ്ടിട്ട് നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു പോകും. പക്ഷെ അത് അവരുടെ സംഭാവനകളിലൂടെ ശേഖരിച്ച് ഇവർക്ക് മാന്യമായ സർക്കാരിലെ ഏറ്റവും കുറഞ്ഞ വേതനം 3000 രൂപയല്ലെന്ന് നമുക്കറിയാം, ഇല്ലേ? അപ്പോൾ ഇവർക്ക് ഇത്ര മതി എന്ന് ചിന്തിക്കാതെ നമ്മൾ ഉദാരമായ രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ പല പ്രായത്തിലുള്ള കുട്ടികളെയൊക്കെ ഒരേ ക്ലാസ് റൂമിൽ ശ്രദ്ധിക്കുമ്പോൾ ടീച്ചേഴ്സിന് വേണ്ടുന്ന പ്രത്യേകമായിട്ടുള്ള അസിസ്റ്റൻസ് ചിലപ്പോൾ ചില സമയങ്ങളിൽ കുട്ടികൾ പെരുമാറുന്നത് പലതരത്തിലുള്ളവർ, ചെറിയ കുട്ടികളെ മുതിർന്നവരെങ്ങനെയാണ് അവരുടെ എല്ലാ വികാരങ്ങളും പ്രകടിപ്പിക്കുന്നതിൽ നിയന്ത്രണം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടുന്ന പരിരക്ഷയും കൂടി ഉറപ്പുവരുത്താൻ കെൽപ്പുള്ള അതിനുള്ള എക്സ്പെർട്ടീസൊക്കെ കൊടുത്തിട്ട് തന്നെയാണോ അവിടെ എന്തെങ്കിലും അസിസ്റ്റൻസ് ആവശ്യമുണ്ടെങ്കിൽ അതിൽ പഞ്ചായത്ത് പ്രത്യേകിച്ച് ശ്രദ്ധ പതിപ്പിക്കുന്ന ഞാൻ ഈ കുട്ടികളെ തരംതിരിച്ച് തന്നെയാണ് അധ്യയനം നടത്തുന്നത്. കൊച്ചുകുട്ടികളെയും അതിനനുസരിച്ചുള്ള ക്ലാസ്സിലും വലിയ മുതിർന്നവരെ മുകളിൽ വൊക്കേഷണൽ ട്രെയിനിങ് അടക്കം കൊടുക്കുന്നുണ്ട്. നമ്മളത് ഇവിടെ ഇതെടുക്കാൻ വേണ്ടി ആ പാർട്ടീഷൻ മാറ്റി എന്നുള്ളൂ. ആ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെങ്കിലും മാർക്സ് അറിയാനുള്ള സമയമാണ്. നമുക്ക് മാർക്ക് അറിയാം. RVG സർ, 15-ൽ 11.5. ഞാനൊരു കമൻറ്റോട് കൂടിയിട്ട് മാർക്ക് ഡിക്ലെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ തീർച്ചയായിട്ടും ആവശ്യമുള്ള ഒരു പ്രോഗ്രാമാണ്. പക്ഷേ ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഉദാത്തമായിട്ടുള്ള മാതൃക എന്ന നിലയിൽ ഞാനതിന് 14 കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. 15-ൽ 14. 10-ൽ 7. 7.5. 10-ൽ 9 മാർക്ക്. ചൂർണിക്കര ഗ്രാമപഞ്ചായത്തിന് ലഭിക്കുന്ന ടോട്ടൽ സ്കോർ 49 മാർക്ക് ഔട്ട് ഓഫ് 60. 60-ൽ 49 മാർക്ക്. തീർച്ചയായും നിങ്ങൾക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യാം. സപ്പോർട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് ഇതാണ്: GKE സ്പേസ് CNKR സ്പേസ് നിങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്ന മാർക്ക് ഔട്ട് ഓഫ് 10.